കള്ളിയത്ത് ഹോസ്പിറ്റൽ, തിരൂർ. ആരോഗ്യമന്ത്രിയുടെ സ്റ്റാഫിനെതിരെ ഗുരുതര ആരോപണവുമായി മലപ്പുറം സ്വദേശി ജോലി വാഗ്ദാനം ചെയ്ത് കൈക്കൂലി വാങ്ങിയെന്നാണ് ആരോപണം. സംഭവവുമായി ബന്ധപ്പെട്ട് മന്ത്രിയുടെ ഓഫീസ് DGPക്ക് പരാതി നൽകി. മന്ത്രി വീണ ജോർജിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗമായ അഖിൽ മാത്യുവിനും ഇടനിലക്കാരനായ പത്തനംതിട്ട മുൻ CA2 ജില്ലാ ഓഫീസ് സെക്രട്ടറി അഖിൽ സജീവിനും എതിരെയാണ് ഗുരുതരമായ പരാതി ഉയർന്നത്. ഇരുവരും ചേർന്ന് പണം തട്ടിയെന്നാണ് പരാതി. അതായത് നാഷണൽ ആയുഷ് മിഷനിലെ മെഡിക്കൽ ഓഫീസർ പ്രക്രിയയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരുന്നു. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ അപേക്ഷ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് മാർച്ച് 10-ാം തീയതി പത്തനംതിട്ട CA2 ഓഫീസിലെ സെക്രട്ടറി അഖിൽ സജീവ് എന്ന് പറഞ്ഞ ആൾ എന്നെ ഇവിടെ തിരഞ്ഞ് വന്നു. നിങ്ങളിങ്ങനെ അപേക്ഷ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നാണ്. നിങ്ങൾക്കറിയില്ല, അപേക്ഷ കൊടുത്തിട്ട് കാര്യമില്ല, അപ്പോയിൻമെൻറ്റ് ചെയ്യുന്നത് ഞങ്ങളുടെ ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങൾ അപ്പോയിൻറ്റ് ചെയ്യണമെങ്കിൽ കുറച്ച് പൈസ വേണ്ടി വരും. അതുമല്ല, നിങ്ങൾക്ക് പെർമനൻ്റായിട്ട് ഞങ്ങൾ അപ്പോയിൻമെൻറ്റ് വാങ്ങിച്ചു തരും. 3 വർഷം വരെ നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് സ്ഥിരമായിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് വരും. 3 വർഷം കഴിയുമ്പോൾ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് പോസ്റ്റിംഗ് ഞങ്ങൾ നടത്തി തരും. അതിന് മൊത്തം 15 ലക്ഷം രൂപ വേണം. അതിലേക്ക് 5 ലക്ഷം രൂപ നിങ്ങൾ ക്രെഡിറ്റലായിട്ട് 3 വർഷം കൊണ്ട് തരണം. ആയുഷ് മിഷൻ കീഴിൽ മലപ്പുറം മെഡിക്കൽ ഓഫീസറായി ഹോമിയോ വിഭാഗത്തിൽ നിയമനം വാഗ്ദാനം ചെയ്താണ് ഇരുവരും പണം വാങ്ങിയത്. മലപ്പുറം സ്വദേശി ഹരിദാസ് ആണ് ആരോപണം ഉന്നയിച്ചത്. മകന്റെ ഭാര്യയ്ക്ക് വേണ്ടിയാണ് പണം നൽകിയത്. താൽക്കാലിക നിയമത്തിന് 5 ലക്ഷവും സ്ഥിരപ്പെടുത്തുന്നതിന് 10 ലക്ഷം ഉൾപ്പെടെ 15 ലക്ഷമാണ് സംഘം ആവശ്യപ്പെട്ടത്. ഭരണം മാറും മുൻപ് നിയമം സ്ഥിരപ്പെടുത്തുമെന്ന് ഉറപ്പു നൽകി. തിരുവനന്തപുരത്തെ ആരോഗ്യ വകുപ്പ് ഓഫീസിന് സമീപത്ത് വെച്ച് അഖിൽ മാത്യുവിന് 1 ലക്ഷം രൂപയും ഇടനിലക്കാരനായ അഖിൽ സജീവിന് 50,000 രൂപ നേരിട്ടും 25,000 രൂപ ബാങ്ക് മുഖേനയും നൽകിയെന്നാണ് പരാതിക്കാരന്റെ ആരോപണം. അങ്ങനെ ഞാൻ ഏപ്രിൽ 9 ഇവിടുന്ന് പോയി. 10-ാം തീയതി ഞാൻ രാവിലെ അവിടെ ഓഫീസിൽ പോയപ്പോൾ അന്ന് അവർക്ക് എന്തൊക്കെയോ വരാൻ കഴിയുന്നില്ല, എവിടേക്കോ ലാഗ് ചെയ്യാണ് എന്നോട് പറഞ്ഞു. 10-ാം തീയതി കണ്ടില്ല. 11-ാം തീയതി വീണ്ടും പോയി. അങ്ങനെ 2.5 മണിക്ക് ഇയാൾ ഏതാനും സെക്കൻഡുകൾ എൻ്റെ അടുത്ത് വന്നു. തൊട്ടടുത്ത് ഒരു 30 മീറ്റർ പുറത്ത് ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട്. അവിടെ വന്ന് എൻ്റെ കയ്യിൽ ക്യാഷ് വാങ്ങിച്ചു പോവുകയും ചെയ്തു. ഞാൻ ട്രെയിൻ ഇറങ്ങുമ്പോൾ ഇവിടെ അപ്പോയിൻമെൻ്റ് ഓർഡർ കിട്ടി. എൻ്റെ മരുമകളുടെ ഇതിൽ മെസ്സേജ് വന്നിട്ടുണ്ട്, ഓൺലൈനിൽ മെസ്സേജ് വന്നു. ആ അപ്പോയിൻമെൻ്റ് ഓർഡറിൻ്റെ കോപ്പി ഇവിടെ ഉണ്ട്. പിന്നെ 50,000 രൂപ ഈ അഖിൽ സജീവ് വീണ്ടും എൻ്റെ അടുത്ത് വന്ന് വാങ്ങിക്കൊണ്ടുപോയി. എൻ്റെ ഇങ്ങനെ സ്ഥിരമായിട്ട് മെസ്സേജ് വിടും, ഇന്ന് അപ്പോയിൻറ്റ് ചെയ്യാം, നാളെ അപ്പോയിൻറ്റ് ചെയ്യാം. ഇപ്പോൾ ഏതാണ്ട് എല്ലാവരും പറഞ്ഞു, വീട്ടിൽ പറഞ്ഞു, പിന്നെ പുറത്തുള്ളവർ പറഞ്ഞു ഈ അപ്പോയിൻമെൻറ്റ് എന്താ നടക്കാത്തതെന്ന് ചോദ്യം വന്നപ്പോൾ ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തു. PS-ന് കംപ്ലയിൻറ്റ് കൊടുത്തു, അതുപോലെ തന്നെ മിനിസ്റ്റർക്കും കംപ്ലയിൻറ്റ് കൊടുത്തു. ഒക്കെ അവരൊരു മൈൻഡില്ലാതെ വെച്ചതുകൊണ്ടാണ് പിന്നെ ഇത് പുറത്തേക്ക് വന്നത്. നിയമത്തിന് ആരോഗ്യ വകുപ്പിൽ അപേക്ഷ നൽകിയപ്പോൾ അഖിൽ സജീവ് നിയമനം ഉറപ്പു നൽകി തങ്ങളെ ഇങ്ങോട്ട് വന്ന് സമീപിക്കുകയായിരുന്നുവെന്ന് ആരോഗ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ പറയുന്നു. ഓഫീസിൽ പോയി അഖിൽ മാത്യുവിനെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അയാൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഉള്ളിലേക്ക് വരരുത്, ഇവിടെ അന്ന് പൂർവ്വസ് എന്തൊക്കെയോ കേസ് കൊടുത്തിട്ട് പ്രശ്നത്തിൽ നിൽക്കുകയാണ് അപ്പോയിൻമെൻറ്റിനെ, അതുകൊണ്ട് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, നിങ്ങൾ പുറത്ത് നിൽക്കണം. ഞാൻ 2.5 മണി കറക്റ്റ് ഇറങ്ങി വരാമെന്ന് പറഞ്ഞു. ഇറങ്ങി വന്നു. ആ ഓട്ടോ സ്റ്റാൻഡിൽ വന്ന് പൈസ വാങ്ങിച്ച് പോയി. പൈസ വാങ്ങിച്ച് പോയതിലല്ല എനിക്ക് പ്രശ്നം. ആ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഞാൻ ഇവിടെ ട്രെയിൻ ഇറങ്ങുമ്പോൾ അപ്പോയിൻമെൻറ്റ് ഓർഡർ ഇവിടെ കിട്ടും. ഈ പൈസ കൊടുത്തിരിക്കുന്നത് ഇടനിലക്കാരനാണോ അതോ അഖിൽ മാത്യുവിനാണോ? അഖിൽ സജീവാണ് പൈസ ഡയറക്റ്റ്. അഖിൽ മാത്യുവിന് കൊടുത്തു, 1 lakh കൊടുത്തു. ആ മറ്റത് അഖിൽ സജീവിനാണ് കൊടുത്തത്. അക്കൗണ്ടിൽ കൊടുത്തിട്ടുണ്ട്, കയ്യിലും കൊടുത്തു. അഖിൽ മാത്യു അല്ല, അഖിൽ മാത്യു കൈ കൊടുത്തു. അഖിൽ സജീവിന് അഖിൽ മാത്യുവിന് 1 lakh കൊടുത്തു. ആ ഓഫീസിൽ പോയി പൈസ കൊടുക്കാനാണ് നമ്മൾ പോയത്. ഓഫീസിലല്ല, ഓഫീസിന് തൊട്ടടുത്തൊരു ഓട്ടോ സ്റ്റാൻഡുണ്ട് 30 മീറ്റർ പുറത്ത്. ആ ഓട്ടോ സ്റ്റാൻഡിൽ വെച്ചിട്ടാണ്, അവിടെ ചെറിയ കടയാണ്, അവിടെ വെച്ചിട്ടാണ് പൈസ കൊടുക്കുന്നത്. അയാൾ അപ്പം തന്നെ പോയി. ആ അത് കൊടുക്കാനാണ് ഞാൻ ഇവിടുന്ന് പോയത്, അഖിൽ സജീവ് പറഞ്ഞതനുസരിച്ച്. ഞാൻ ലാസ്റ്റിലാണ് പരാതി കൊടുത്തത്. ഇപ്പോൾ ഈ കഴിഞ്ഞ മാസത്തിൽ പരാതി കൊടുത്തു. 1 മാസം മുമ്പാണ് ഞാൻ PS-ന് പരാതി കൊടുത്തത്. ഓൺലൈനായിട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലാതെ ഡയറക്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു സംസാരം ഒരു മോശമായിട്ട് എനിക്ക് തോന്നി. കാരണം ആരോഗ്യ വകുപ്പിനും മന്ത്രിക്കും പരാതി നൽകിയെങ്കിൽ നടപടിയുണ്ടായില്ല. പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് ഹരിദാസിന്റെ വീട്ടിലെത്തി പ്രാഥമിക അന്വേഷണം നടത്തി.